2026 മോഹൻലാലിനെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകതയുള്ള ഒരു വർഷമാണ്. മോഹൻലാൽ നായകനായി എത്തുന്ന സിനിമകളുടെ ഏകദേശം ഇരട്ടിയോളം വരും മോഹൻലാൽ ക്യാമിയോ റോളിൽ അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ എത്തുന്ന സിനിമകൾ. ചാർട്ട് ചെയ്ത അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയാവുന്ന തുടക്കം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന ഖലീഫ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ അച്ഛന്റെ റോളിൽ, അതായത് മമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി ലാലേട്ടൻ എത്തുന്നു എന്നുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത സിനിമയാണ്. ടീലർ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഭാഗങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കായ ഹായ്വാൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഭാഗങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമകളിൽ ഒറ്റക്കൊമ്പനിലും കത്തനാരിലും ലാലേട്ടൻ കാമിയോ റോൾ ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ചിരഞ്ജീവി സിനിമ ഉപേക്ഷിച്ചു എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. മമ്മൂട്ടി, മഹേഷ് നാരായണൻ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന പാട്രിയോട്ട് എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഡ്യൂറേഷൻ 41 മിനിറ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൂടുതൽ സമയം സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരിക്കുക മമ്മൂക്കയ്ക്കായിരിക്കും എന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടന്റെ 2026 പെർഫോമൻസിനായി. ഹിറ്റ്ലർ എന്ന സിനിമയിൽ ലാലേട്ടൻ ചെയ്ത ക്യാമിയോ ആരാധകരെയും ഒരുപോലെ തൃപ്തിപ്പെടുന്നതായിരുന്നു. എന്നാൽ ബബ്ബബ എന്ന സിനിമയിലെ ക്യാമിയോ റോൾ ആരാധകരെ അതുപോലെ തന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു. പുതിയ ക്യാമിയോ റോൾ ചെയ്യുമ്പോൾ ബബ്ബബ പോലെ ആവരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ ആരാധകർക്കുള്ളൂ.